ചടാ എന്ത് ചെയ്താലും ഇതാണെങ്കില്ല. ആൻഡ് ക്യാമറയിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും, കാരണം ആദ്യത്താണ് എടുക്കുന്നത്. നോ യൂസ്. ഓക്കെ, സോ ഇനി നമുക്ക് റിവേർബ് മോഡ് ഇട്ടോക്കാം. റിവേർബ് മോഡ് ഓൺ ചെയ്യണമെങ്കിൽ ഇതിൽ 3 ടാപ്പ് അമർത്തിയാൽ മതി. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് നിളയുടെ അടുത്താണ് കേട്ടോ. നമ്മുടെ മൊയ്തീൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള മുണ്ടായലത്തെ അയ്യപ്പൻ കോവിലിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഭാഗം വരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി പോയി എന്നുള്ളൂ, പക്ഷേ കിഡു ലൊക്കേഷനാണ്. വൈകുന്നേരമൊക്കെ വരാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ അത്. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു അവർ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് ദ പാത്ത് മേക്കർ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ്. സോ നിങ്ങളുടെ വ്ളോഗർ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പോട്രോണിക്സിൻ്റെ വ്ളോഗ് മേറ്റ് 3 എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ വ്ളോഗ് മേറ്റ് 2 ആൻഡ് വ്ളോഗ് മേറ്റ് 1 ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. വ്ളോഗ് മേറ്റ് 2 ആണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്, വ്ളോഗ് മേറ്റ് 1 അധികം ഇതാക്കില്ല. അപ്പോൾ നമുക്കിത് iOS-ലും അതേപോലെ തന്നെ ആൻഡ്രോയിഡിലും ഒരേപോലെ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്തിട്ട് യൂസ് ചെയ്തതിന് വേറെ ആപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ സാധനമാണിത്. ഭയങ്കര സിമ്പിളാണ് യൂസ് ചെയ്യാനൊക്കെ. സോ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ഉണ്ട്, പിന്നെ ചെറിയൊരു ടെസ്റ്റിംഗ് കാര്യങ്ങൾ എത്ര ഉണ്ട്, ഇതിൻ്റെ വിട്ട് കിട്ടുന്നുണ്ടോ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കുന്ന ചെറിയൊരു സംഭവം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു പാക്ക് വരുന്നത്. ഡീസൻറ്റ് പാക്കിംഗ് ആണ് കേട്ടോ. 1 year വാറണ്ടി വരുന്ന സാധനമാണത്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പാക്കിങ്ങാണ്. തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ TWS-ൻ്റെ ഒക്കെ പോലെ നമ്മുടെ ഈ വയർലെസ് ഇയർഫോൺസ് ഉണ്ടല്ലോ, അതിൻ്റെ പോലെ ഒരു ചെറിയ ബ്രിക്ക് കാണാം. ബ്രിക്ക് പറഞ്ഞാൽ ഒരു ബോക്സ് കാണാം. പിന്നെ ഇത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വരുന്ന. എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. ഡീസൻറ്റ് ക്വാളിറ്റി ഉണ്ട് ഈ കേസും കാര്യങ്ങളൊക്കെ. ഇത് 2 മൈക്കുകളാണ് കേട്ടോ. ഇത് റിസീവറാണ്. ഇവിടെ റീഡിങ് കാണാം നമുക്ക്. ഇതിങ്ങനെ ബ്ലിങ്ക് ആയിട്ടാണ് ക്യാമറയിൽ വരിക. ആക്ച്വലി ബ്ലിങ്കിങ് അല്ല കേട്ടോ സംഭവം. അപ്പോൾ ഇത് റിസീവറാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് പ്ലഗ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. നമ്മുടെ ഫോണോ അല്ലെങ്കിൽ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനമാണിത്. അപ്പോൾ ഇത് നമുക്ക് ആൻഡ്രോയിഡ് ആയാലും iOS ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ബോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്റ്റോറേജ് പൗച്ച് കാണാം. ഈ പൗച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കേബിൾ കാണാം. ഇത് ടൈപ്പ് സി ആണ്. ടൈപ്പ് സി ടു USB കേബിളാണ്. ഇത് നമുക്ക് ലൈറ്റ്നിങ് ടു ടൈപ്പ് സി ആണ്. സോ ഈ 2 സാധനങ്ങളും വരുന്നുണ്ട്. ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്, പിന്നെ ഒരു വാറണ്ടി കാർഡും വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ യൂസ് കാര്യങ്ങൾ. ഭയങ്കര സിമ്പിളാണ് യൂസ് ചെയ്യാനൊക്കെ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കിയതാണ്. നമുക്ക് സാധാരണ വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ 2 പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവും. ഈ കോട്ടിങ് ഊരിയാലാണ് നമുക്ക് ഇത് ഈ മൈക്ക് ചാർജ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് വന്നിട്ടുള്ള ഒന്ന് നോർമൽ വോയിസ് അങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകുന്നത്, പിന്നെ നോയ്സ് ക്യാൻസലേഷൻ, റിവേർബ്, ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപയുടെ കോയിനില്ലേ, അതിൻ്റെ ഒരു സൈസിലാണ് ഇത് വന്നിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു ഇതുണ്ട് ഇവിടെ. ബ്ലാങ്ക് ആയിട്ടല്ല, ചിലത് ഞാൻ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേജർ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രനാറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മേജർ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര ഹാൻഡി ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പീസാണ് കേട്ടോ അത്. എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇറക്കാം. അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ വീഡിയോസ് എടുക്കാറ് എന്ന് പറയുന്നത് ക്യാപ്കട്ടിലാണ്. അതായത് ഫോണിൽ എടുത്തിട്ട് പിന്നെ നേരെ ക്യാപ്കട്ടിൽ ഇട്ടിട്ട് നോയ്സ് ക്യാൻസലേഷൻ വരുത്തുകയാണ് ചെയ്യുക. അപ്പോഴും നമുക്കൊരു പരിധി ഉണ്ട്, അല്ലെങ്കിൽ ഒരു 2ാം പണിയായിട്ടൊക്കെ തോന്നാറുണ്ട്, അല്ലെങ്കിൽ ചില സമയത്തൊക്കെ അത് പോരായ്മയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മൈക്ക് ഉള്ളപ്പോൾ അത് വളരെ യൂസായി മാറും. അപ്പോൾ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എന്തായാലും ഈ ക്ലാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ സൗണ്ട് ക്ലാരിറ്റിക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഓപ്റ്റ് ചെയ്തത്.
ആൻഡ് ഞാൻ ഇതിൻ്റെ ചെറിയ ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. ഇതിലേക്ക് തന്നെ പോകാൻ കാര്യം എന്ന് വെച്ചാൽ ഭാവിയിലേക്കും കൂടി നമ്മൾ കണ്ടിട്ടാണ്. കാരണം പെട്ടെന്ന് മാറ്റണ്ട എന്നുള്ളൊരു ഇതിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഇതെടുത്തത്. ഏകദേശം 2200 ആ ഒരു റേഞ്ചിലാണ് ഇതിന് റേറ്റ് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വില കുറവാണ്. എന്തായാലും ഒരു 2,200 ഉള്ളിലായിട്ടാണ് ഇത് കിട്ടുക. ലോഞ്ച് ചെയ്തപ്പോൾ 2000 ആയിരുന്നു, ഇപ്പോൾ 2,200 ഒക്കെ ആണ് പ്രോപ്പർ പ്രൈസ് ആയിട്ട് നിൽക്കുന്നത്. ഞാൻ മേടിച്ച ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം ഇതാണ്, ഞാൻ ഇതൊന്നും കട്ട് ചെയ്യുന്നില്ല, അതായത് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുന്നില്ല കേട്ടോ, അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് മൈക്ക് വെച്ചിട്ട് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം ഈ ഒരു അതായത് ഇത് കണക്ടറും അതേപോലെ തന്നെ ഇത് റിസീവറും കൂടിയാണ്. ഈ ഒരു സംഭവം നമ്മുടെ ഫോണിൻ്റെ തറ്റത്തായിട്ട് പിടിപ്പിക്കണം. അതിനുശേഷം ഇത് നമുക്ക് ഡയറക്റ്റ് പ്ലഗൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് മേത്ത് വയ്ക്കുമ്പോഴേക്ക് ഇത് അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഓൺ ആക്കാനുള്ള സ്വിച്ചാണിത്. ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്, അത്രേ ആവശ്യമുള്ളൂ. അപ്പോഴേക്കും റെക്കോർഡിങ് തുടങ്ങും, അല്ലാണ്ട് വേറെ ആപ്പോ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതൊരു മാഗ്നറ്റാണ്. അപ്പോൾ ഈ മാഗ്നറ്റ് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് പിടിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓണാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ യൂസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ ബാറ്ററി കുറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 5 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ബാറ്ററി കുറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പറയും ബാറ്ററി ഇല്ലേ എന്ന് പറഞ്ഞിട്ട്. മേലെ ചെറിയ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണിച്ചിട്ടാ സ്പീക്കർ. ഇതാണ് അതിൻ്റെ ആ സ്പീക്കർ. പിന്നെ ചാർജിങ്ങിനുള്ള ഇൻഡിക്കേഷൻ ഇതാണ്. ഇത് നോയ്സ് ക്യാൻസലേഷൻ, ഇത് റിവേർബ്. അപ്പോൾ അത്രയും ഇത് ഓൺ എന്നുള്ള ഒരു സൂചിപ്പിക്കാനുള്ളതാണിത്. അപ്പോൾ ഇതിന് TX എന്നും ആ റിസീവർ പാർട്ടിന് RX എന്നുമാണ്. മാനുവലിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇതിൽ തന്നെ ഒരു C ടൈപ്പും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡയറക്റ്റിന് ചാർജ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മളെന്തായാലും ഇതിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അതിൻ്റെ റേഞ്ച് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന്. ഇവർ ഏകദേശം 30 ഫീറ്റാണ് പറയണത്. പക്ഷേ എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഡിറ്റാച്ചബിളാണ്, ഒരു മാഗ്നറ്റാണിത്. സോ നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അങ്ങനെ നമുക്ക് ചാടാം, എന്ത് ചെയ്താലും ഇത് അറിയില്ല. സോ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് നടന്നിട്ട് നോക്കാം എത്രത്തോളമാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്നുള്ളത്. ആൻഡ് ഓൾസോ ഞാൻ ഇത് ജസ്റ്റ് നോയ്സ് ക്യാൻസലേഷനും കൂടി ഒന്ന് ഓൺ ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ട് ഒറ്റ ടാപ്പിൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവും. പ്ലസ് ഇവിടെ ഇൻഡിക്കേഷൻ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം ഡിസ്റ്റൻസ് കിട്ടുന്നതെന്ന്. കാരണം എനിക്കറിയില്ല ഇത് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന്, നിങ്ങൾക്കാണത് അറിയുക. ഇത് ബ്രേക്ക് ആവുന്നുണ്ടോ, നോയ്സ് ക്യാൻസലേഷൻ എത്രത്തോളം എന്നുള്ളതൊന്നും നമുക്കറിയില്ല. സോ ക്ലാരിറ്റി, വോയിസ് ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണിത്. 360 ഡിഗ്രി ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അവർ പറയുന്നത് 360 ഡിഗ്രി ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ 30 ഫീറ്റൊക്കെ പ്ലസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നോക്കി നോക്കാം. ആൻഡ് ക്യാമറയിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും, കാരണം ആദ്യത്താണ് എടുക്കുന്നത്. നോ യൂസ്. ഓക്കെ, സോ എങ്ങനെയുണ്ട് സാധനം? സോ എനിക്ക് സോഫാർ ഈ പ്രൊഡക്റ്റ് യൂസായി. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ സാധനം വെച്ചിട്ട് നമുക്ക് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ എനിക്കൊരു നല്ലൊരു ആഡ് ഓൺ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു 1 ഇയറിനൊക്കെ ശേഷം ഞാൻ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും കൂടി വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഒരു 1 ഇയർ എപ്പോഴും യൂസർ എക്സ്പീരിയൻസ് നന്നായിരിക്കുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഇതേപോലെ ഒരു മൈക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സംഭവമായിട്ടൊക്കെ തോന്നാം. അപ്പോൾ നമ്മൾ ഇത് ഒരു 1 ഇയറിന് ശേഷം ഓർമ്മ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു വീഡിയോ കൂടി എടുക്കാം. സോ അന്ന് യൂസർ എക്സ്പീരിയൻസ് കൂടി നമുക്ക് മനസ്സിലാവും, 1 ഇയർ യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ട് സാധനം എന്നുള്ളതിൻ്റെ. ആൾക്കാർ വരുന്നത്. അപ്പോൾ ശരി, നമ്മൾ റിവേർബ് മോഡിലാണ് സംസാരിക്കുന്നത്. കൊളംബിയിൽ സംസാരിക്കുന്ന പോലെ ഉണ്ടാവും, എനിക്കറിയില്ല, കേട്ടിട്ട് നിങ്ങൾ പറയണം. അപ്പം ഞാൻ മുന്നേ കേട്ടപ്പോൾ അതേപോലെയാണ് തോന്നിയത്. ഇതുണ്ടോ ക്യാമറമാനൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വല്ല വെള്ളത്തിൽ ഇറങ്ങാന്നുള്ളതായി. അപ്പോൾ എന്താ പറയുക, ഇതാണ് വീട്ടിൽ നിന്ന് ക്യാമറമാൻമാരെ കൊടുക്കാനുള്ള പ്രശ്നം. സോ നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ട്, നടക്കുമെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.